ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും ഹെയർ കെയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇതിനകത്ത് ഞാൻ പറയുന്നത് ഞാൻ വീക്ക്ലി വൺസ് ചെയ്തു വരുന്ന ഒരു ഹെയർ പാക്കാണ്. എനിക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ളത് ഉലുവ, ഫ്ലാക്സ് സീഡ്, കറി ലീവ്സ്, പിന്നെ ഒരു 2 കപ്പ് ഓഫ് വാട്ടർ. ഇത്രേ ഇതിനാവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാം. അലോവേറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഉലുവ നമ്മൾ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പൊടിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്നാലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഉലുവ സാധാരണയായിട്ട് ഇടുമ്പോഴും വലിയ കുഴപ്പമില്ല, പക്ഷേ അതിനേലും ബെറ്റർ എപ്പോഴും പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളത് ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ജാറിൽ അടച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. അത് നമ്മളൊരു 8 to 10 hours വെച്ചാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 8 to 10 hours നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് കാണാം. ഇതിപ്പോൾ ഒരു 8 hours കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇത് നമ്മളിനി കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടിട്ട് ശരിക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കറി ലീവ്സ് എപ്പോഴും നമ്മളുടെ ഹെയറിനെ ഡാർക്കറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഇത് കറി ലീവ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു പ്ലെയിൻ ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പോളിസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടി കുറഞ്ഞൊരു തുണി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പാക്കറ്റ് നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലത് പറ്റി പിടിച്ചിരിക്കാണ്ട് ഇത് ഈസി വാഷബിളായിട്ട് വരും. അല്ലാത്ത പക്ഷം അത് മുടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷനും അത് അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിന് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ് അരിച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വരുന്നത്. എപ്പോഴും നമ്മൾ പാക്ക് ഇടാനേക്ക് മുമ്പ് ചെറിയൊരു ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് പാക്ക് ഇടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്താലോ? ഇത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹെയർ കിടക്കുന്നതാണ് ഞാൻ കാണിക്കണേ. ഇതുപോലെ ഡ്രൈ ആയിട്ടിരുന്നു. ഇനി നമുക്ക് ഡ്രൈ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് പാക്ക് ഇടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതല്ലെങ്കിൽ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരും. ഓൾറെഡി ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്തിട്ട് വേണം പാക്ക് ഇടാൻ. അപ്പോൾ ഞാനിതുപോലെ ഓരോ പകച്ചിലെടുത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ തലമുടി മസാജ് ചെയ്ത് കൊടുക്കരുത്, കാരണം മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഈ പാക്ക് നിങ്ങൾക്ക് 20 to 30 minutes തലമുടിയിൽ ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. മാക്സിമം നമ്മൾ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, കാരണം ഷാമ്പൂ ഒക്കെ കെമിക്കലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഷാമ്പൂസ് അവോയ്ഡ് ചെയ്ത് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ പാക്കുകൾ ഇടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തലമുടി മസാജ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ. Thank you for watching.